ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുട്ടികളെ കാണാതെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു എല്ലാവരും. ഇപ്പോൾ പോലീസ് കുട്ടികളെ കിട്ടിയെന്ന വാർത്ത പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഈ നേരം വരെ നിത്യ പ്രാർത്ഥനയിലായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. ആ സമയത്താണ് സുജാത സന്തോഷ വാർത്ത പറയാൻ നിത്യയുടെ അരികിലേക്ക് ഓടിയെത്തിയത്. ആദ്യം കല്യാണി, നമുക്ക് തിരിച്ചു കിട്ടി, മോളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി എന്നൊക്കെ സുജാത സന്തോഷത്തോടെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് നിത്യ. ഭഗവാനോട് നന്ദി പറയുകയും ചെയ്യുന്നു. തുടർന്ന് ജീവനോട് വീണ പറയുന്നു, കുഞ്ഞുങ്ങളെ പോലീസുകാർ കൊണ്ടുവരുന്നുണ്ടല്ലേ? അതേന്ന് ജീവൻ പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, എല്ലാവർക്കും നമ്മളെ രണ്ടുപേരെയുമായിരുന്നു സംശയം. അതിപ്പോ കുട്ടികൾ വന്ന് കാര്യം പറയുമ്പോൾ തീരില്ലേ എന്ന് ജീവൻ പറഞ്ഞു. കല്യാണിയെ കാണാത്തതിന് വീണ്ടും എന്നെ അടിച്ചു എന്ന് വീണ. എടി, അവനെ ഒതുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നതല്ലേ, നീ ഇതുവരെ ചെയ്തില്ലല്ലോ എന്നെ ജീവൻ പറയുമ്പോൾ വീണ പറയുന്നു, ആര് പറഞ്ഞു ചെയ്തില്ലെന്ന്? ഞാനിന്ന് സ്റ്റേഷനിൽ പോയി പരാതിയും കൊടുത്തു. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയില്ലേ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട്, ഉണ്ട്, ഹരി എന്റെ ഭർത്താവാണ്. ഒരു ബന്ധവുമില്ലാതിരിക്കെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റിക്കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ നിരന്തരമായി എന്നെ ഗാർഹിക പീഡനത്തിൽ ഇരയാക്കുന്നു. ഇതിനെ എനിക്ക് നീതി വേണം. ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇരിക്കേണ്ട ജീവൻ പറയുന്നു, മതി, ഇത്രയും മതി, ഒരു ആണിനെ പൂട്ടാൻ ഇത്രയും മതി. പോലീസുകാർ വരട്ടെ, അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എനിക്കും ചില ചുമതലയുണ്ട്. ഇത്രയും കാലം ഇത് നമ്മൾ രണ്ടും കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയമായിരുന്നു. ഇനി അത് പോരാ, അവനെക്കുറിച്ച് നാട്ടുകാരറിയണം. അവനെ സ്നേഹിച്ചിരുന്ന പണ്ടത്തെ നാട്ടുകാരും ഇവിടെയുള്ള എല്ലാവരും അറിയണം. നെറി കെട്ടവനെന്നും വഴി പിഴച്ചവനെന്നും പറഞ്ഞ് കല്ലെറിയുന്നത് എനിക്ക് കാണണം. നിന്റെ പരാതി അനുസരിച്ച് ആ പോലീസുകാർ ഹരിയെ അറസ്റ്റ് ചെയ്താൽ ആ നിമിഷം മുതൽ അവനെ ഓൺലൈൻ മീഡിയാസ് വേട്ടയാടും മോളെ. പിന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ പോലും സ്വൈര്യം കൊടുക്കില്ല. കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. അതാണ് സ്ഥിതി എന്നൊക്കെ ജീവൻ പറയുന്നു. ഈ സമയത്ത് അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. കുട്ടികളെയും കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. കുട്ടികളെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. ഹരിയും നിത്യയും കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ജ്യോതിയും, എവിടെയായിരുന്നു അമ്മയുടെ മോൻ? എന്തിനാ അമ്മയെ വിഷമിപ്പിച്ചത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ ചോദിക്കുന്നുണ്ട് ആദിയോട്. ഹരിയും ഇതുപോലെ കല്യാണിയോട് ചോദിക്കുന്നുണ്ട്. കുട്ടികളോട് കാര്യമായി ഞാൻ സംസാരിച്ചിരുന്നു. ഇവിടെ ആരുടെയാ കല്യാണം നടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ്. അത് സുജാതയുടെ മകളുടെ എന്ന് ഇങ്ങനെ അമ്മാവൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ കുട്ടി നിത്യാമ്മ എന്ന് പറയുന്നത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, അത് സുജാതയുടെ മരുമകളാണ്. ആദി അമ്മയെ പോലെയാണ് നിത്യയെ കാണുന്നത്. അപ്പോൾ അത് തന്നെ കാര്യം. ഈ സമയത്താണ് ജീവനും വീണയും അകത്തേക്ക് വരുന്നത്. ഈ കുട്ടിക്ക് ഇവരെ വിട്ടുപിരിയാൻ ഇഷ്ടമല്ല. ഇവരെങ്ങോട്ടെങ്കിലും പോയാൽ ഈ കല്യാണം നടക്കില്ലെന്നും അതുകൊണ്ട് അമ്മയെ പിരിയേണ്ടി വരില്ല എന്നും ഇവർ തമ്മിൽ പ്ലാൻ ചെയ്തു. ആദി പറയുന്നു, എനിക്ക് നിത്യാമ്മയെ വിട്ടു പോകാൻ കഴിയില്ല. എന്നെ ഒരിടത്തും പറഞ്ഞു വിടരുതെന്ന് പറയാം അമ്മേ. നിത്യാമ്മ മോനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ആദിയെ ചേർത്ത് പിടിക്കുകയാണ് നിത്യ. അല്ല സാറേ, ഇതുവരെ കുട്ടികൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് കുട്ടികളെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അമ്മാവൻ ചോദിക്കുന്നു. നമ്മുടെ കാവിന്റെ അടുത്ത് ഒരു കാട് പ്രദേശമുണ്ട്, അവിടേക്കാണ് അവർ പോയതെന്ന് പോലീസ് പറഞ്ഞു. രാത്രി രണ്ടുപേരും പേടിച്ചവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു സന്യാസി മുന്നിൽ വന്നു. ആ സന്യാസി അവരെ സ്റ്റേഷനിൽ എത്തിച്ചു എന്നാണ് ഇവരുടെ മൊഴി. പക്ഷെ അങ്ങനെ ഒരാളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്ന് പോലീസ്. അയാൾ വന്നിരിക്കാം, പോയിരിക്കാം, എന്തായാലും കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടല്ലോ എന്ന് പോലീസ് പറഞ്ഞു. നിത്യ കല്യാണിയും പിടിക്കുന്നുണ്ട്. രണ്ട് കുട്ടികളെയും കൊണ്ട് പൂജാമുറിയിലേക്ക് പോവുകയാണ് അവര്. നന്നായി പ്രാർത്ഥിച്ചോളൂ, നിങ്ങളെ രക്ഷിച്ചത് ഈ ദൈവമാണെന്ന് നിത്യ പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ ദൈവത്തോട് നന്ദി പറയുന്നു. തുടർന്ന് പോലീസ് അമ്മാവനോട് പറയുന്നു, മിസ്റ്റർ രാമകൃഷ്ണൻ, കാലം അത്ര നല്ലതല്ല. ചെറിയ ചെറിയ പിണക്കങ്ങൾ വലിയ വലിയ കാര്യത്തിൽ കൊണ്ടെത്തിക്കും. എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാൻ നോക്കൂ. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു കാര്യം നടന്നതിൽ പ്രത്യേകിച്ച് എനിക്ക് അത്ഭുതമൊന്നുമില്ല. അതിന്റെ തെളിവ് എന്റെ കയ്യിൽ ഉണ്ടല്ലോ. ജീവനെ നോക്കിയിട്ടാണ് അത് പറയുന്നത്. എന്തായാലും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ചിലർക്ക് എന്നെക്കുറിച്ചുള്ള സംശയം അവസാനിച്ച് കാണുമല്ലോ. കുട്ടികൾ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാണ്. വെറുതെ ദുഷ്പേര് കേൾക്കണ്ടല്ലോ എന്ന് ജീവൻ. അപ്പോൾ ഞാനോ എന്ന് വീണ, നീയും എന്ന് ജീവൻ. അങ്ങനെ ജീവനും വീണയും അവിടെ നിന്ന് പോയി. സുജാതയുടെ അമ്മാവൻ പറയുന്നു, സുജാത, ഞാനൊരു കാര്യം പറയട്ടെ. നാളെ കഴിഞ്ഞാൽ ജ്യോതിയുടെ വിവാഹമാണ്. അപ്പോഴേക്കും ആദിയുടെ മനസ്സിൽ നിന്ന് ഈ പേടി മാറുമെന്ന് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. മനുവിന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മനുവിനെ നമുക്ക് അങ്ങോട്ടേക്ക് അയക്കാം. എന്താ? അത് മതിയെന്ന് ഹരിയും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ആദിക്ക് ഒന്ന് പൊരുത്തപ്പെടാൻ സമയം കിട്ടും. സുജാത എന്ത് പറയുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോഴായാലും കുറച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന വേദനയൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ അവൻ തിരിച്ചു വന്നപ്പോൾ നിത്യ കാണിച്ചു കൂട്ടിയത്? അതൊരു അമ്മയെന്ന് സത്യത്തിന് മാത്രമേ കഴിയൂ. എന്നാലും നമുക്ക് നോക്കാം, ഇപ്പോൾ അങ്ങനെ തീരുമാനിക്കാമെന്ന് സുജാതയും. നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ജ്യോതിയുടെ വിവാഹമാണ്. അത് അതിഗംഭീരമായി നടത്താനുള്ള കാര്യങ്ങൾ നടത്താം. മറ്റൊന്നും ഇനി ചിന്തിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. നിത്യയും ജ്യോതിയും സംസാരിക്കുന്നുണ്ട്. മനുവിന്റെ വീട്ടിൽ നിന്ന് ആരോ ബന്ധുക്കൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അതാ നിന്നോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞത്. നിനക്ക് നിത്യച്ചെ പേടിയുണ്ടോ എന്ന് നിത്യ ചോദിക്കുന്നു.
ആദ്യം ജ്യോതി ഒന്നും മിണ്ടിയില്ല. ആരിൽ നിന്നും ഒരിക്കലും ഞാനൊന്നും തട്ടിപ്പറിക്കില്ല മോളെ. ആദിയുടെ കാര്യവും അങ്ങനെയാണ്. അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം നീ നിത്യേച്ചിക്ക് താ. എന്നെ നിത്യ പറയുമ്പോൾ ജ്യോതി പറയുന്നു, നിത്യേച്ചി ഞാൻ പറഞ്ഞിടയ്ക്ക് ഒന്ന് ക്ഷമിച്ചേക്കും. നിത്യേച്ചി എന്നും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടേ ശ്രമിച്ചിട്ടുള്ളൂ. ഞാനെന്തോ പെട്ടെന്നൊരു തോന്നലിന് ആ സമയം ജീവൻ അവിടെ എത്തി. നിത്യ താനൊന്ന് പുറത്തേക്ക് പോയി, എനിക്ക് ജ്യോതിയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ജീവൻ. അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചാണെന്ന് ജീവൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്നും ജീവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നിത്യ പുറത്തേക്ക് പോകുന്നു. ജ്യോതി ജീവനോട് പറയുന്നു, ഏട്ടാ താങ്ക്സോ എന്തിനാ മോളെ എന്ന് ജീവൻ ചോദിക്കുന്നു. മനുവുമായിട്ട് എന്നെ ഒന്നിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് ഏട്ടനല്ലേ? ഏട്ടനിൽ വലിയ മാറ്റമുണ്ടെന്ന് ആദ്യം നിത്യേച്ചി പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യമായി, ഏട്ടൻ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ആണോ എന്ന് പറഞ്ഞ് തലകുലുക്കി ജീവൻ അവിടെ നിന്നും എഴുന്നേറ്റു. ഏട്ടന്റെ മാറ്റം മുഴുവനായിട്ട് കാണണം മോളെ നിനക്ക് എന്ന് പറഞ്ഞ് ജീവൻ ജ്യോതിയുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മുടിയിലേക്ക് ഒന്ന് തൊട്ട് തോളിൽ പിടിച്ച് വല്ലാണ്ട് അമർത്തുന്നു. അപ്പോൾ ജ്യോതിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. ജീവൻ പറയുന്നു, മിണ്ടരുത് നീ. എന്താണ് നീ കരുതിയത്? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അവനെ തേടിപ്പോയതെന്നോ? കണ്ടുപിടിച്ച് കൊണ്ടുവന്നതെന്നോ? വഴി പിഴിച്ച് നടന്ന് ഒരു ദൂരത്തിന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നീ എൻ്റെ മനസ്സിൽ ചത്തുപോയടി. നീ ഒരുപാട് കാലം എന്നെ ചതിച്ചില്ലേ ഓരോന്ന് പറഞ്ഞ്? വഴി പിഴച്ചവൾക്കുള്ള ശിക്ഷ മരണമാടി. അതിനായി നിന്നെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് ജീവൻ ജ്യോതിയെ പിടിച്ച് തള്ളി. ജോത്സ്യൻ വന്ന് കുറിച്ചത് നിന്റെ കല്യാണത്തിനുള്ള മുഹൂർത്തമല്ല, നിനക്ക് ചാകാനുള്ള മുഹൂർത്തമാണെന്നൊക്കെ പറയുന്നു. എൻ്റെ കൈകൊണ്ട് ചാകാനുള്ള മുഹൂർത്തം കേട്ടോടി എന്ന് പറഞ്ഞിട്ട് ജീവൻ ജ്യോതിയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നിത്യ അവിടേക്ക് വന്നു. പെട്ടെന്ന് ജീവൻ ആ കണ്ണാടിയിലിരിക്കുന്ന ഒരു പൊട്ടെടുത്ത് ജ്യോതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചന്തം ഉണ്ടായിരിക്കില്ലേ കാണാനെന്ന് പറയുന്നു. അല്ലേ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, പൊട്ടെടുത്ത് കുത്താൻ ഞാൻ മറന്നുപോയെന്ന് നിത്യ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മറക്കില്ലെന്ന് ജീവൻ. വല്ലാണ്ട് പേടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ജ്യോതി. ഒന്നും മറക്കില്ലെന്നും ജ്യോതി പറയുന്നു. മിണ്ടരുതെന്നിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് ജീവൻ ജ്യോതിയോട്. പിന്നീട് കാണിക്കുന്നത് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു നിത്യ കിച്ചണിൽ. ആ സമയത്ത് ജീവൻ അവിടേക്ക് ഒരു സാരിയുമായിട്ട് വരുന്നു. ജ്യോതി എവിടെ? ഞാൻ ജ്യോതിക്കൊരു സാരി എടുത്ത് കൊള്ളാമോ എന്ന് പറഞ്ഞ് നിത്യയെ കാണിക്കുന്നു. കൊള്ളാലോ, ഇത് ജ്യോതിക്ക് ഇഷ്ടപ്പെട്ട നിറമാണ് എന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറയുന്നു, എന്തായാലും അവൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട നിറമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, ഒരു ടെൻഷനിലാണ് വാങ്ങിച്ചത്. ഞാൻ നിങ്ങളുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നത് ഇപ്പോഴല്ലേ എന്നെ ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നു, ഞാൻ അവളെ വിളിക്കാം, ജീവൻ തന്നെ നേരിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് നിത്യ ജ്യോതിയെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട്. ജ്യോതി അവിടെ എത്തി. ജ്യോതി, ഏട്ടൻ നിനക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റ് കണ്ടോ, ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു. ഭയത്തോടെയാണ് ജ്യോതി അത് നോക്കുന്നത്. എന്തായാലും ജ്യോതി അത് വാങ്ങി. എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നു ജീവൻ. നിത്യ പറഞ്ഞല്ലോ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട നിറമാണെന്ന്. എന്നാൽ വല്ലാത്ത ഭയത്തോടെ തന്നെ നിൽക്കുകയാണ് ജ്യോതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.